ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മൾ ഇന്ന് മറ്റേ ഫോൾഡർ ഓർഗനൈസറിൻ്റെ ബാലൻസ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ത്രെഡ് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ? അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. അപ്പോൾ നമ്മൾ ഹാങ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണത് പിന്നെ നമ്മൾ ഫയൽസൊക്കെ വെക്കുമ്പോൾ ഒരു സാധനം യൂസ് ചെയ്യൂലേ, അതാണ് കേട്ടോ. അതിൻ്റെ പേര് എനിക്കറിയില്ല. അതിലേക്ക് നമുക്ക് നമ്മുടെ പേപ്പർ ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് ഹാങ് ചെയ്യാം. അത്രയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഞാൻ ഉദ്ദേശിച്ച പോലെ വന്നാന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും അവിടെ ബാക്കിയുള്ള സ്പേസിൽ എന്തെങ്കിലുമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ അങ്ങനെ ഒരു സാധനം വെക്കണ പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചൊന്ന് കുട്ടപ്പനാക്കി എടുത്താലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊരു കവായി ഗേളിനാണ് കേട്ടോ ആ പോക്കറ്റിൽ ഒട്ടിച്ചത്. പിന്നെ ഒരു ഫ്ലവറിൻ്റെയും പിന്നെ മിൽക്ക് അങ്ങനെ കുറേ സ്റ്റിക്കേഴ്സൊക്കെയാണ് കേട്ടോ ഒട്ടിച്ചേക്കണത്. പിന്നെ നമ്മുടെ നോട്ട്സിൽ ഹലോ എന്ന് പറഞ്ഞിട്ടുള്ള നോട്ട് തന്നെ ആയിട്ടുള്ളൊരു സ്റ്റിക്കറാണ് കേട്ടോ ഒട്ടിച്ചത്. ഇനി നമുക്ക് ഔട്ട് സൈഡ് ചെയ്യണ്ടേ ഇതുപോലെ തന്നെ. അപ്പോൾ ഔട്ട് സൈഡ് ഞാൻ വലിയ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല, ഇതുപോലെ തന്നെ സ്റ്റിക്കർ ഒട്ടിച്ചാൽ മതി. പിന്നെ ഒരു വള്ളി നടുക്ക് ഇതുപോലെ ഒന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് തുറക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് ടേപ്പ് ചെയ്താൽ മതി. അപ്പോൾ ശരിയായിക്കോളും. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ വിഷമിക്കണ്ട. ഞാൻ ഒരു ഹാൻഡ് മെയ്ഡ് സ്റ്റിക്കേഴ്സ് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, അത് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പെൻ ചാടിപ്പോയി. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ലൂസായിരുന്നു കേട്ടോ. ഞാൻ വേറെ പെന്നായിരുന്നു ഫസ്റ്റ് ഇട്ടത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. അപ്പോൾ പെൻ മാത്രമല്ല പെൻസിലും നമുക്ക് ഇടാം കേട്ടോ. പെൻസിലും കറക്റ്റ് സൈസ് ആണെന്നുള്ളൂ. പിന്നെ ഈ ലേഡി ബഗ് എന്തിനാണെന്ന് മനസ്സിലായി. അവിടെ ഒന്നും വെക്കാനില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഈ ലേഡി ബഗിനെ എടുത്ത് വെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഇറേസറോ അല്ലെങ്കിൽ ഷാർപ്നറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാം കേട്ടോ. ഞാൻ ആ കാര്യം മറന്നേ പോയി. പിന്നെ പോക്കറ്റിൽ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെയാണ് കേട്ടോ വെച്ചേക്കണത്. അപ്പോൾ സ്റ്റിക്കേഴ്സ് തന്നെ വെക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനമൊക്കെ വെക്കാം കേട്ടോ. അധികം ബുമ്മെന്നിരിക്കാത്തൊരു സാധനം വെക്കാണ്ടിരുന്നാൽ മതി. ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടിരിക്കണം എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും. അല്ലെങ്കിൽ നമ്മളിത് ലാസ്റ്റ് ആകുമ്പോൾ അടച്ചു വെക്കുമ്പോൾ എന്തോ പോലെയൊക്കെ ഇരിക്കുമല്ലോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് ആ ബുക്ക് അവിടെ വെക്കാനായിരുന്നു. അപ്പോൾ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അവിടെ സ്കെയിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ സ്കെയിൽ പെയിന്റിങ്ങിന്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണേ. സംഭവം അടിപൊളിയാണ്, എന്നാലും കുറച്ച് അടിപൊളിയല്ല. ഈ സാധനമല്ല കേട്ടോ പറഞ്ഞത്, ഇത് അടിപൊളിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഈ സാധനം എന്ന് പറയുന്നത് സ്കൂളിലൊക്കെ കൊണ്ടുപോയി ഷോ കാണിക്കാൻ പറ്റുക അതുപോലത്തെ ഒരു സാധനമാണ്. ക്യൂട്ട് ആൻഡ് കവായി ആയിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ ഞാനിതും അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കണ ഒരു രീതിയിലുള്ള ഡിസൈനാണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ പറയണ്ടല്ലോ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അടുത്ത എന്താ വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ.